السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده والسيد الشيخ الجفر الكالكوتي والإمام الشالياتي وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ എതിരിലുള്ള പിഴച്ച വിശ്വാസക്കാരിൽ ഒരു പ്രധാനപ്പെട്ട വിശ്വാസക്കാരാണ് പിഴച്ച വിശ്വാസികളായ ഷിയാക്കൾ. ഷിയാക്കളെ സംബന്ധിച്ച് മുൻഗാമികളായ മഹാന്മാർ സതഫ്തരിഖു അലാ 73 മില്ല ആ ഹദീസ് ഷരീഫ് വിശദീകരിച്ചുകൊണ്ടും അതുപോലെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ബഗ്ദാദി റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി മഹാനവറുകൾ സിറുൽ അസ്റാർ ഫീമാ യഹ്താജു ഇലൈഹിൽ അബ്റാർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ത്വരീഖത്ത് തസവൂഫിൻ്റെ വിഭാഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് അഹ്ലു തസവൂഫി 12 സിൻഫൻ ഫൽ അവ്വലു അസ്സുന്നിയൂന വൽ ബവാഖി ബിദ്അയ്യൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങൾ പഠിപ്പിച്ച 72 വിഭാഗം നരകത്തിൻ്റെ പാർട്ടികളായ പിഴച്ച വിഭാഗമായ അതിലും പെട്ടവരാണ് ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. അതോടുകൂടെ മഹാനാ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ അഹാദീസിൻ്റെ വെളിച്ചത്തിൽ വിശദീകരിച്ച ത്വരീഖത്ത് തസവുഫിൻ്റെ ആളുകൾ 12 വിഭാഗം ആളുകൾ ഉണ്ട്. ശരീഅത്തും ത്വരീഖത്തും ഇസ്തിഖാമത്തോടെ ജീവിക്കുന്ന അവരാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. ഇതല്ലാത്ത 11ഓളം വിഭാഗം അത് പിഴച്ച വിഭാഗമാണ്, ബിദ്അത്തുകാരാണ്, കള്ളത്വരീഖത്തുകാരാണെന്ന് മഹാനായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു അവിടുത്തെ സിറുൽ അസ്റാർ ഫീമാ യഹ്താജു ഇലൈഹിൽ അബ്റാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 72 വിഭാഗവും അതുപോലെ 11 വിഭാഗവും ഈ 2 വിഭാഗത്തിൻ്റെ വിശദീകരണം നോക്കിയാൽ കൊണ്ടോട്ടി ത്വരീഖത്ത് പിഴച്ച വിഭാഗമാണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പം ഉള്ള കാര്യമാണ്. കൊണ്ടോട്ടി ത്വരീഖത്ത് എന്ന് പറയുന്ന കൊണ്ടോട്ടി ഫക്കീർ ഖുബ്ബ ഫക്കീർ അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതിൻ്റെ എതിരുള്ള വിഭാഗങ്ങൾ പലരും ഇഫ്രാത്തിൻ്റെയും തഫ്രീത്തിൻ്റെയും ആളുകളാണ്. അങ്ങനെ ആയിരിക്കെ ഇന്ന് പല ആളുകളും കൊണ്ടോട്ടി ഖുബ്ബ ഫക്കീറിൻ്റെ സിയാറത്തിനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഖുറാഫാത്തും ബിദ്അത്തോടുകൂടെ അനാചാരങ്ങളോടുകൂടെ നടന്നിരുന്ന കൊണ്ടോട്ടി നേർച്ച എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുറാഫാത്തിൻ്റെ മജ്മുഅത്ത് അത് വീണ്ടും ഹയാത്താക്കാൻ ഈ ഉമ്മത്തുൽ ഇസ്ലാമിയ ഉമ്മത്ത് മുഹമ്മദിയയെ ഫിത്നയിൽപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്, ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടോട്ടി ഖുബ്ബ ഫക്കീറിൻ്റെ സിയാറത്തിന് ചിലർ പ്രേരിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അല്ലാമ അബു സആദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് വ ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഹളറത്തിൽ വന്ന് സിയാറത്തിന് വന്നപ്പോൾ അവിടുത്തെ നാദിറായിരുന്ന ഷെയ്ഖുന മുനബ്ബിഹുൽ ഉലമ അബൂബക്കർ ശാലിയാത്തി നവറല്ലാഹു മർഖദ മഹാനവറുകളുടെ മുഖേന കൊണ്ടോട്ടി ത്വരീഖത്തുമായി ബന്ധപ്പെട്ട ഒരു ഫത്വർ റിസാല അതിനെ സംബന്ധിച്ച് വിശദമായി പറയപ്പെട്ട ഒരു റിസാല മുനബ്ബിഹുൽ അബൂബക്കർ ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ മുഖേന ലഭിച്ചിട്ടുണ്ട്. അന്ന് മുതൽ കൊണ്ടോട്ടി സിയാറത്തിനെ പ്രേരിപ്പിക്കുന്നവരെ അങ്ങോട്ട് അത് ഷിയായിസത്തിൻ്റെ പ്രചാരണമാണെന്നും ആ സിയാറത്ത് പോകേണ്ടതില്ല എന്നും സാധാരണയിൽ നാം എപ്പോഴും പറയാറുണ്ട്. ഏതായാലും ഒരു പ്രാവശ്യം ആ കൊണ്ടോട്ടി ഖുബ്ബ ഫക്കീറിൻ്റെ
ആ പരിസരത്ത് എത്തിയപ്പോൾ ഇമാം അബ്ദുൽ വഹാബി ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറഞ്ഞതുപോലെ കമ്മിൻ മസാരിൻ യുസാറു വസ്വാഹിബുഹു ഫിന്നാർ, അവിടുത്തെ തംബീഹുൽ മുഖത്തറിനിൽ രേഖപ്പെടുത്തി. അതുപോലെ ലഅനല്ലാഹു മൻ സാറ ബിലാ മസാർ, അതുപോലെ സുഹബത്തുൽ അസ്റാരി തൂജിബു സുഅല്ലൻ ബിൽ അഖിയാർ തുടങ്ങിയ മഹത്തുക്കൾ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ദഅമായരീബുക ഇലാമാല യരീബുക്, സംശയമുള്ള ആളുകളെ തന്നെ സിയാറത്ത് നാം ചെയ്യാൻ പാടില്ല, സൂക്ഷിക്കലാണ് നല്ലത്. എന്നാൽ ഇങ്ങനെ ഹക്കിന്റെ അഹ്ലികാരായ അകാബിരീങ്ങളായ ഔലിയാക്കളും ഉലമാക്കളും സ്വാലിഹീങ്ങളെല്ലാം വിമർശിക്കുകയും മജ്മുഅത്ത് ഫതാവയായി ശേഖരിക്കുകയും ചെയ്ത ഇമാം ഷാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാരെല്ലാം എതിർത്തതായ ഖുതുബുസ്സമാൻ മൗലദ്ദബീല മമ്പുറന്തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ അവിടുത്തെ അമ്മാവനും ഷെയ്ഖും കൂടിയായ ബഹുമാനപ്പെട്ട അഷെയ്ഖ് ജിഫ്രിൽ കാലിക്കോത്തി റഹ്മത്തുള്ളാഹിലെ പോലത്തെ മഹാരഥന്മാർ എതിർത്ത ആ ത്വരീഖത്തിന്റെ ഷെയ്ഖിന്റെ സിയാറത്തിനെ നാം ഒരിക്കലും പ്രേരിപ്പിക്കാൻ പറ്റില്ല. മാത്രമല്ല ഷഹീദുൽ മില്ലത്ത് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹിലെ പോലത്തെ മഹാന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനും ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഷിയാന്റെ ആളാണെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയും പലരും ഈ കുണ്ടോട്ടി ഖുബ്ബ ഫക്കീറിനോട് ബന്ധം വളരെ വ്യക്തമാക്കി പറയുകയാണ്. ആ ബന്ധം ഒരുപാട് വെളിവാക്കി പറയുകയാണ്. അതേ സ്ഥാനത്ത് കുണ്ടോട്ടി ഖുബ്ബ ഫക്കീറിനെ ശക്തമായി വിമർശിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയ കൻസുൽ ബറാഹിലെല്ലാം വിശദമായി പറഞ്ഞ, അതുപോലെ ഈ പണ്ഡിത മഹത്തുക്കളൊക്കെ ഫതാവകൾ ശേഖരിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രിൽ കാലിക്കോത്തി റഹ്മത്തുള്ളാഹിലെ പോലത്തെ മഹത്തുക്കളെ, ആ മഹാന്മാരെ തെറ്റിദ്ധരിക്കലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഷെയ്ഖ് ജിഫ്രിൽ കാലിക്കോത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ അടുക്കൽ വന്ന് ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി വന്നതും, ആദ്യം വേറെ ആള് പോയി, രണ്ടാം പ്രാവശ്യം ടിപ്പു സുൽത്താൻ റഹിമഹുള്ള പോയി ഷെയ്ഖ് ജിഫ്രിൽ കാലിക്കോത്തി യഥാർത്ഥ ടിപ്പു സുൽത്താനെ മനസ്സിലാക്കിയതും എഴുന്നേറ്റ് ആദരിച്ച് ബഹുമാനിക്കുകയും ചെയ്ത് ബഹുമാനപ്പെട്ടവരുടെ കൂടെ കട്ടിലിരുന്ന് സംസാരിച്ചതും ഇന്നും ജിഫ്രി ഹൗസ് അഷെയ്ഖ് അസയ്യിദ് ജിഫ്രിൽ കാലിക്കോത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുടെ മഖബറത്തു ഷരീഫയുടെ അടുത്ത് ആ കട്ടിൽ ഇന്നും നമുക്ക് കാണാൻ കഴിയും. എന്നിരിക്കെ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ കുണ്ടോട്ടി ഖുബ്ബ ഫക്കീറിനാണ് അദ്ദേഹത്തിനിക്ക് ബന്ധമുണ്ടായിരുന്നത് എന്നും അതേ സ്ഥാനത്ത് അതിനെ വിമർശിച്ച ഷെയ്ഖ് ജിഫ്രിൽ കാലിക്കോത്തി റഹ്മത്തുള്ളാഹി എന്നെ തെറ്റിദ്ധരിപ്പിക്കാനും ഇത് മുഖേന പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, കുണ്ടോട്ടി ത്വരീഖത്തുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ശരീഅത്തുൽ ഇസ്ലാമിയക്ക് വിപരീതമുള്ള ത്വരീഖത്ത് അത് സന്ദഖത്ത് സിന്ദീഖിയത്തിന്റെ ദീനില്ലായ്മയുടെ ത്വരീഖത്താണ് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കുണ്ടോട്ടി ത്വരീഖത്തിന്റെ അടിത്തറ മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള ഖുറാഫാത്തും ബിദ്ആത്തും നാം പരിശോധിച്ചാൽ എത്രയോ ലറൂറിയാത്തുദ്ദീന്റെ നിഷേധം ആ ത്വരീഖത്തിലുണ്ട്, ആ ത്വരീഖത്തിന്റെ അഹ്ലുകാരിൽ ഉണ്ട്. അതുപോലെ എത്രയോ മഅമൂലാത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅത്ത്, അതിൻ്റെ എത്രയോ വിഷയങ്ങൾ, അതിൽ നിന്ന് നിഷേധവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടുകൂടെ കള്ളത്വരീഖത്തുകാര്, കള്ള പിയച്ച വിശ്വാസക്കാരൊക്കെ ആചരിച്ചിരുന്ന ഒരുപാട് ഖുറാഫാത്തും ബിദ്അത്തും അവരുടെ പ്രവർത്തനങ്ങളിലുണ്ട്. അതുകൊണ്ട് നാം പ്രത്യേകിച്ചും മനസ്സിലാക്കണം, എത്രയെത്ര മഹാന്മാർ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ സിയാറത്തിന് പോലും പ്രേരിപ്പിക്കാത്ത ചില ആളുകൾ കുണ്ടോട്ടി ഖുബ്ബ ഫക്കീറിന്റെ സിയാറത്തിനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പറയുമ്പോൾ പ്രത്യേകിച്ചും പറയാനുള്ളത് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഈദുൽ ഹഖീഖത്തിൽ അലിയ വ തൻശീരി ത്വരീഖത്ത് ഷാദുലിയ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിന്റെ 79ാമത്തെ പേജിൽ സാഹിബുൽ അവാരിഫിനെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ലാ ശക്ക അന്ന നഫ്സ മജ്ബൂലത്തുൻ അലൽ ബാത്തിൽ. നഫ്സ് എപ്പോഴും ബാത്തിലിന്റെ മേൽ പ്രേരിപ്പിക്കുന്ന വസ്തുവാണ്, ബാത്തിലായ കാര്യത്തിന്റെ മേൽ വലിക്കുന്ന വസ്തുവാണ് നഫ്സ് എന്ന് പറയുന്നത്. അതിന് തെളിവായി ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ബഹുമാനപ്പെട്ട സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഷെയ്ഖുൽ അംബിയാ നൂഹ് അലാ നബിയിന വ അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ടവരുടെ ഒരു ഹിക്കായത്ത്. ബഹുമാനപ്പെട്ടവർ ജനങ്ങളെ 950 വർഷത്തോളം മഹാനവറുകൾ ഹക്കിലേക്ക് ദഅവത്ത് നടത്തി. പക്ഷേ പിൻപറ്റിയ ആളുകൾ 90 ആളുകൾ മാത്രമാണ്.
അതേ സ്ഥാനത്ത് സാമിരി എന്ന് പറയുന്ന മനുഷ്യൻ കുഫറിന്റെയും അതുപോലെ സിഹിറിന്റെയും അഗ്രഗണ്യനായ കുഫറുള്ള അതുപോലെ സിഹിർ അറിയുന്ന സാമിരി എന്ന് പറയുന്ന മനുഷ്യൻ ആഭരണം കൊണ്ട് പശുക്കുട്ടിയെ പശുക്കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ ഊതുകയും എന്നിട്ട് ഇടിയുടെ ശബ്ദം അതിൽ വെളിവാവുകയും ചെയ്തു. എന്നിട്ട് ജനങ്ങളെ വിളിച്ചു പറഞ്ഞു. ത്വാഹ സൂറത്തിന്റെ 88-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ, ഇത് നിങ്ങളുടെയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഇലാഹാണ് എന്ന് സാമിരി മൂസ പറഞ്ഞപ്പോൾ ഒരൊറ്റ വാക്കിന് 70,000-ഓളം ആളുകൾ സ്വീകരിച്ചു, പിൻപറ്റുകയും ചെയ്തു. അതായത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം ദീനീ ദഅവത്ത് നടത്തിയപ്പോൾ 90 ആളുകൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ഹക്കിനെ സ്വീകരിക്കുന്ന ആളുകൾ കുറവ്. അതേ സ്ഥാനത്ത് സാമിരി മൂസ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ 1000കണക്ക് ആളുകൾ സ്വീകരിച്ചു എന്ന് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഈദുൽ ഹഖീഖത്തിൽ അലിയ 79-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരുപാട് മുരീദന്മാര്, ഒരുപാട് അനുയായികൾ ഉണ്ട്, അത് ഹക്കിന്റെ അഹ്ലികാർ ആകുക എന്നതിന് തെളിവല്ല എന്ന് ഒരുപാട് മശായിഖു ത്വരീഖത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഫ്സിന്റെ റാഹത്തുള്ള അഭിപ്രായം പറയുമ്പോൾ മുരീദന്മാര് അധികരിപ്പിക്കും എന്നത് സ്വാഭാവികമാണ്. അതേ സ്ഥാനത്ത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം, കുണ്ടോട്ടി ഖുബ്ബ ഫക്കീറിനെ സംബന്ധിച്ചും കുണ്ടോട്ടി ഫക്കീറന്മാരെ സംബന്ധിച്ചും നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ബോംബെയിൽ നിന്ന് കല്യാൺ എന്ന സ്ഥലത്തിൽ നിന്ന് പട്ടാനി മുഖദ്ദം ഫക്കീർ മുഹമ്മദ് ഷാ, അതായത് കുണ്ടോട്ടി ഖുബ്ബ ഫക്കീർ മുഹമ്മദ് ഷയാണ് ആദ്യമായി കേരളത്തിലേക്ക് കുണ്ടോട്ടിൽ എത്തിയത്. അതിന്റെ പിൻതലമുറക്കാരാണ് കുണ്ടോട്ടി ഫുഖറാ, കുണ്ടോട്ടി ഷെയ്ഖന്മാർ എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. ഇവിടെ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, 1130-ാമത്തെ ഹിജ്റയിൽ ഈ ഫക്കീർ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന മമ്മീഷ കൊണ്ടോട്ടിയിൽ എത്തിയത് 1130-ലാണ് എത്തിയത്. 1180-ൽ അദ്ദേഹം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ 50 വർഷം കുണ്ടോട്ടി ഫക്കീർ മുഹമ്മദ് ഷാ മമ്മീഷയുടെ പ്രവർത്തനങ്ങൾ മൈസൂർ രാജാക്കന്മാരുടെ കാലത്ത്, അതായത് അവർ സ്ഥാപിച്ച ഭരണകൂടം സൽത്തനത്തെ ഖുദാദാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സമയത്താണ് കുണ്ടോട്ടിയിലേക്ക് ഈ ഖുബ്ബ ഫക്കീർ എത്തിയിട്ടുള്ളത്, മമ്മീഷ എത്തിയിട്ടുള്ളത്. അങ്ങനെ കുണ്ടോട്ടിയിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലെ ഒരുപാട് മുതലാളിമാരെ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. കാരണം കുണ്ടോട്ടിയിലെ ഒരു മുതലാളി കുഞ്ഞറ മുട്ടി സാഹിബ് ഒരുപാട് ഭൂമിയും സൗജന്യമായി ഈ ഫക്കീറിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇയാളെ പിയച്ച ത്വരീഖത്ത്, ബാത്തിലത്തായ ത്വരീഖത്ത് വെളിവാകുന്നതിന്റെ മുമ്പ്, അത് പരസ്യമാകുന്നതിന്റെ മുമ്പ് ഷഹീദുൽ മില്ലത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഇദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻആംദാർ എന്ന സ്ഥാനവും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഈ സ്ഥാനം ബ്രിട്ടീഷുകാരും അംഗീകരിച്ചിരുന്നു. ഈ സ്ഥാനം കാരണം ഈ കൊണ്ടോട്ടി ഖുബ്ബ ഫക്കീർ പല നാടുകളിലെ വലിയ വലിയ ആളുകളോട് ബന്ധപ്പെടാൻ ഇത് കാരണം മമ്മീഷയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ മറവിൽ മമ്മീഷ എന്ന ആ മുഹമ്മദ് ഷാ കുണ്ടോട്ടി സ്വീകരിച്ച ബാത്തിലത്വായ ത്വരീഖത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കാനും ആ ജനങ്ങളെ ആ പിയച്ച ത്വരീഖത്തിലേക്ക് കൂട്ടാനും മമ്മീഷയ്ക്ക് കഴിഞ്ഞത് ഈ ഒരു സ്ഥാനത്തിന്റെ കാരണം കൊണ്ടായിരുന്നു. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഈ മമ്മീഷ മരണപ്പെട്ടത് 1110-ലാണ്. അതിന്റെ മുമ്പ് ഒരുപാട് വാദിച്ചു, വിലായത്തും മാരിഫത്തൊക്കെ വാദിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മൗലദ്ദവീല മമ്പുറം തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ മൗലിദ് ഗ്രന്ഥം ബൈറൂത്തിൽ നിന്ന് അച്ചടിക്കപ്പെട്ട മനാഖിബുൽ ഗൗസ് അലവി ഇബ്നു മുഹമ്മദ് ബിൻ സഹൽ മൗലദ്ദവീല റളിയല്ലാഹു തആല അൻഹു എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മൗലൂദ് ഗ്രന്ഥമുണ്ട്. അത് 1886-ൽ ലബനാന്റെ തലസ്ഥാനമായ ബൈറൂത്തിൽ നിന്നാണ് ഈ മൗലിദ് ഗ്രന്ഥം പ്രകാശമായത്. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ മകൻ മമ്പുറം സയ്യിദ് ഫദ്ല് തങ്ങളുടെ ആശീർവാദത്തോടെ ആണ് ഈ മഹത്തായ ഗ്രന്ഥമുണ്ടായത്. അങ്ങനെ ആ ഗ്രന്ഥത്തിലും ഒരു സൂചിപ്പിച്ചതുപോലെ ആ ഗ്രന്ഥത്തിൽ
മൗലൂദ് ഗ്രന്ഥത്തിൽ എടുക്കൊരു വിഷയം പറഞ്ഞത് കാണാം. വകാന ഹുനാക റജുലുൻ ഇസ്തഹറ ഇസ്മുഹു ബിൽ ഫഖീറിൽ കുണ്ടൂത്തി യദ്ഇൽ മഅരിഫ വയുഖയ്യിലു ലിബഅദിൻ നാസി അന്ന ലഹു കറാമാത് വൽ ഹാലു ഖിലാഫു ദാലിക ഫദഖലു അലൈഹി. അതായത് ഒരു കളവ് നടന്ന ഒരു സംഭവം, ഒരു ചരിത്രം പറഞ്ഞ സ്ഥലത്ത് ആ മഹത്തായ മൗലൂദ് ഗ്രന്ഥത്തിന്റെ 29-ാമത്തെ പേജിൽ കാണാം. അവിടെ ഒരു വിലായത്ത് കൊണ്ടൊക്കെ അറിയപ്പെടുന്ന, മാരിഫത്ത് കൊണ്ടൊക്കെ അറിയപ്പെടുന്ന ഒരു ഫക്കീർ ഉണ്ടായിരുന്നു. അതായത് മാരിഫത്തിനെ വാദിക്കുന്ന ഒരു കുണ്ടോട്ടി ഫക്കീർ ഉണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങൾക്കൊക്കെ എനിക്ക് ഒരുപാട് കറാമത്തുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായത് കറാമത്തുണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മാരിഫത്തിനെ വാദിക്കുന്ന കുണ്ടോട്ടി ഫക്കീർ ഉണ്ടായിരുന്നു എന്ന് ആ മഹത്തായ മൗലൂദ് ഗ്രന്ഥത്തിന്റെ 29-ാമത്തെ പേജിലും അതുപോലെ 30-ാമത്തെ പേജിലും വിശദമായി പറഞ്ഞത് കാണാം. അതുപോലെ അഷേഖ് ജിഫ്രിൽ കാലിക്കോത്ത് റഹ്മത്തുള്ളാഹി അലൈഹി കൻസുൽ ബറാഹീൻ, അൽ കവാക്കിബുൽ അൻവർ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദമായി പറഞ്ഞത് കാണാം. ഈ കുണ്ടോട്ടി ഫക്കീർ 1180 മരണപ്പെട്ടതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഈ ത്വരീഖത്തിനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. മുഹമ്മദ് ഷായുടെ മരണത്തിന്റെ ശേഷം അതിന്റെ സിൽസിലയുടെ അത് ഖാദിരിയ ത്വരീഖത്താണ്, ചിസ്തിയ ത്വരീഖത്താണ് എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ആഫ്താബ് ഷാ എന്ന ഒരാള് പിൻഗാമിയായിട്ട് വന്നു. പിന്നീട് ഇസ്തിയാഖ് ഷാ എന്ന് പറയുന്ന ഒരാളും വന്ന്. മുഹമ്മദ് ഷാ എന്ന മമ്മീഷ ഫക്കീർ കുണ്ടോട്ടിൽ എത്തിയ സമയം അവിടെ ആരാണ് ഉണ്ടായിരുന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട്. പൊന്നാനി മഖ്ദൂമീങ്ങളായ മഹത്തുക്കളായിരുന്നു മലബാറിലെ മതകാര്യങ്ങൾ നേതൃത്വം നൽകിയിരുന്നത്. മലബാറിലെ നേതൃത്വം നൽകിയിരുന്ന ദീനി കാര്യങ്ങളിൽ മുഴുവൻ നേതൃത്വം നൽകിയിരുന്നത് അന്ന് പൊന്നാനി മഖ്ദൂമീങ്ങളാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ സന്താനത്തിൽപ്പെട്ട മഹാന്മാരാണ് പൊന്നാനി മഖ്ദൂമീങ്ങൾ. ആ പൊന്നാനി മഖ്ദൂമീങ്ങൾ നമ്മുടെ മലബാറിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താനത്തിലേക്ക് മഖ്ദൂമി എന്നും കേരളത്തിന്റെ പുറത്ത് ഷെയ്ഖ് സിദ്ദീഖ് എന്ന പേരിലെല്ലാം അറിയപ്പെടുന്നു. ഏതായാലും ഈ മമ്മീഷ വന്ന സ്ഥലം ബോംബെ. അവിടെ മറവിട്ട് കിടന്ന ബഹുമാനപ്പെട്ട മഖ്ദൂം അലി മഹാഇമി റഹ്മത്തുള്ളാഹി അലൈഹി, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട മഹാൻ, ഇന്ത്യയിൽ ആദ്യമായി തഫ്സീർ എഴുതിയ മഹാനായ മഖ്ദൂം അലി മഹാഇമി റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ ബഹുമാനപ്പെട്ട മഖ്ദൂമീങ്ങൾ, മലബാറിൽ മഖ്ദൂമീങ്ങൾ എന്ന് പറയുന്നത് അത് സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ പൊന്നാനി മഖ്ദൂമീങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താനപ്പെട്ട മഹാന്മാർ അന്ന് നേതൃത്വം നൽകിയിരുന്നത് ആ മഹാന്മാരാണ്. ആ സമയത്താണ് ഈ ഷെയ്ഖ് ഖുബ്ബ ഫക്കീർ മുഹമ്മദ് ഷാ, അതായത് മമ്മീഷ കുണ്ടോട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് തന്നെ ഈ ത്വരീഖത്തിന്റെ ഷെയ്ഖായ മമ്മീഷയുടെ ഒരുപാട് ഖുറാഫാത്ത് ബിദ്അത്ത് കണ്ടുകൊണ്ട് അന്ന് പൊന്നാനി മഖ്ദൂമീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഈ ഖാദി മഖ്ദൂം അവറുകൾ ശക്തമായി എതിർത്തിരുന്നു. മാത്രമല്ല ഈ ത്വരീഖത്തിനെ മഹാനവറുകൾ അംഗീകരിച്ചും ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് ഫിത്നകളും ഖുറാഫാത്തും ബിദ്അത്തുള്ള ഈ ത്വരീഖത്ത് ഒരിക്കലും ഹക്കിന്റെ അഹ്ലുകാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലക്ക് ആ ത്വരീഖത്തിനെ മഹാനായ ആ മഖ്ദൂം ഖാദി അവറുകൾ വിമർശിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല, വിമർശിക്കുകയാണ് മറിച്ച് ചെയ്തത്. അപ്പൊ ആ സമയത്ത് കുണ്ടോട്ടിൽ 2 വിഭാഗം ആളുകളായി. ഹക്കിന്റെ അഹ്ലുകാര് പൊന്നാനി മഖ്ദൂമി ഖാദി മഹാനവറുകളുടെ കൂടെ നിൽക്കുന്ന സമയം, അതേ സ്ഥാനത്ത് അഹ്ലുൽ ബാത്തിലത്തായ ആളുകളും അതുപോലെ വിവരമില്ലാത്ത ചില ജാഹിലീങ്ങളും യഥാർത്ഥം മനസ്സിലാക്കാത്ത ആളുകളും അവർ മമ്മീഷന്റെ കൂടെയും നിൽക്കുകയായിരുന്നു. അതാണ് പൊന്നാനി കൈക്കാര്, കുണ്ടോട്ടി കൈക്കാർ എന്ന പേരിൽ 2 വിഭാഗത്തെ അറിയപ്പെട്ടിരുന്നത്. ഏതായാലും ഈ കുണ്ടോട്ടി എന്ന് പറയുന്ന ഈ ആഫ്താബ് ഷാന്റെ ശേഷം ഇസ്തിയാഖ് ഷാ എന്ന് പറയുന്ന ഒരാളും വന്നു. ഇസ്തിയാഖ് ഷായുടെ കാലത്ത് മുമ്പൊന്നുമില്ലാത്ത പല ഖുറാഫാത്ത് ബിദ്അത്ത് മോശമായ പല കാര്യങ്ങളും നടപ്പിൽ വന്നു. എത്രമാത്രം മുരീദന്മാരെ സുജൂദ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്വഭാവം. ഒരുപാട് മുരീദന്മാര്, അതോടുകൂടെ മുരീദന്മാർക്ക് ചില ദിക്റുകൾ ചൊല്ലിയതിന്റെ ശേഷം ഷെയ്ഖിനിക്ക് സുജൂദ് ചെയ്യുന്ന ഒരു സമ്പ്രദായം. അങ്ങനെ ഒരുപാട് ഖുറാഫാത്ത്, സ്ത്രീ പുരുഷന്മാര് വ്യത്യാസമില്ലാതെ കൂടിക്കലർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ശക്തമായിട്ട് അക്കാലത്തുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട വെല്ലിയങ്കോട് അഷെയ്ഖ് ഉമറുൽ ഖാദി അൽ ബിലംകൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി
ചില ബൈത്തുകളിലൂടെ ചില പദ്യത്തിൽ ശക്തമായിട്ട് എതിർത്ത് വിമർശിച്ച് മഹാനവറുകൾ ബൈത്തുകൾ എഴുതിയിട്ടുണ്ട്. ഏതായാലും ഇഷ്തിയാഖ് കാലത്ത് ഒരുപാട് ഖുറാഫാത്ത് കൂടിക്കൂടി വന്നു. ആ സമയത്താണ് മലബാറിൽ നിന്നും ഒരുപാട് കുണ്ടോട്ടിയിൽ നിന്നും പരിസരത്തിൽ നിന്നും ഒരുപാട് ആളുകൾ ഇതിന്റെ ചോദ്യം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്ന് അതിന് വിമർശനം രേഖപ്പെടുത്തുകയാണ്. മലബാറിൽ നിന്ന് ഷെയ്ഖ് ജിഫ്രിൽ കാലിക്കോത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാർ, പിന്നീട് വെല്ലങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ മമ്പുറം തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹത്തുക്കളൊക്കെ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നാട്ടിൽ നിന്ന് പല നാടുകളിലേക്ക് ഇതിന്റെ ഫത്വ ചോദിച്ചു. പ്രത്യേകിച്ചും ഈജിപ്തിലേക്കും അതുപോലെ മദീനത്തുൽ മുനവ്വറയിലേക്കും ഒരുപാട് ചോദ്യങ്ങൾ മലബാറിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ ഇതാ ചോദിക്കുകയാണ്. ആ ചോദിച്ചപ്പോൾ ഒരു ഫതാവ തന്നെ മജ്മുഅത്തു ഫതാവൽ ഉലമാഇൽ ആലാം അൽ മുതഅല്ലിഖത്ത് ബിൽ ഫിർഖത്തിൽ മുബ്തദിയത്തിൽ ലിആം അസ്സനാഖത്തിൽ മുലാഈൻ الرفضة المتشيخ الإباحيين الوردة إلى قرية كندوتي من ديار مليبار خذلهم المولى الجبار وعاذنا والمسلمين عن شرور الأشرار بجاه سيد الأبرار عليه وآله وصحبه سلام فائض മിദ്റാറും ഫി ലൈലി വൻ നഹാർ എന്ന് പറയുന്ന ഒരു റിസാലിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഇങ്ങനെ കാണാം. ഏതായാലും നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ഒരു പേച്ച വിഭാഗം ഷിയ എന്ന് പറയുന്നത് പല പേരുകളും ഷിയാക്കൾക്കുണ്ട്. ഷിയ, റാഫിദത്ത്, ഖാലിയത്ത്, തൊബ്ബാറത്ത്. മഹാനായ ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഗുനിയത്തുൽ ത്വാലിബി ത്വരീഖുൽ ഹഖിൽ വിശദമായി പറഞ്ഞത് കാണാം. ഇതിനൊക്കെ പേര് വെക്കാനുള്ള കാരണങ്ങളെല്ലാം മഹാനവറുകൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ റാഫിദിയാക്കൾ പല ഇനങ്ങളാണ്. ഖാലിയത്ത്, സൈദിയത്ത്, റാഫിദിയത്ത്. ഖാലിയത്ത് തന്നെ അതിന്റെ ശാഖകൾ 12ഓളം ഉണ്ട്. സൈദിയത്തിന്റെ ശാഖകൾ 6ഓളം ഉണ്ട്. റാഫിദയുടെ ശാഖകൾ 14ഓളം ഉണ്ട്. അതെല്ലാം വിശദമായി മഹാനായ ഖുത്ബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു അൽ ഗുനിയത്തുൽ ത്വാലിബി ത്വരീഖുൽ ഹഖ് 283 284 പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മജ്മുഅത്ത് ഫതാവൽ ഉലമാഇൽ ആലാം ദാറുൽ ഇഫ്താ അൽ അസ്ഹരിയ ഷാലിയാത്തു ഷരീഫയിൽ മഹാനായ ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഈ മഹത്തായ ഫതാവയിൽ ഉള്ള വിഷയം നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. ഫസ്റ്റിൽ തന്നെ ഇതിൽ ചോദ്യം ചോദിക്കപ്പെട്ടു. ഇഷ്തിയാഖ് എന്ന് പറയുന്ന ആള് ഒരുപാട് അംഗീകരിക്കുന്ന ആളുകൾ, അയാളെ പിൻഗാമികളുണ്ട്. 2 ലക്ഷത്തോളം ആളുകൾക്ക് ഇദ്ദേഹം മുരീദന്മാരാണ് എന്ന് കലിമൊക്കെ ചൊല്ലിക്കൊടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ഹു അല്ലാഹ് ഇല്ലല്ലാഹ്, ഇങ്ങനെയൊക്കെ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞ് അവസാനം മുരീദന്മാരോട് സുജൂദ് കൊണ്ട് കൽപ്പിക്കുന്നു. ഒരു ഫത്വ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരാൾ ഈ നാട്ടിലുണ്ട്. മാത്രമല്ല ആദം നബി അലൈഹി സ്വലാമിനിക്ക് മലക്കുകൾ സുജൂദ് ചെയ്തല്ലോ, അത് തെളിവ് പറഞ്ഞുകൊണ്ട്, അതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാം സഹോദരങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്തല്ലോ, ആ തെളിവ് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം മുരീദന്മാരോട് സുജൂദ് ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് പറയും സുജൂദ് ത്വരീഖത്തിൽ പറ്റും, ശരീഅത്തിൽ പറ്റൂല. ത്വരീഖത്തിന്റെയും ശരീഅത്തിന്റെ ഇടയിൽ വിട്ടുപിരിച്ചുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. മാത്രമല്ല അഷേഖ് മൻസൂർ അൽ ഹല്ലാജ് പോലത്തെ മഹത്തുക്കൾ, മുഹിയുദ്ദീൻ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാരെ ഇവർ നിഷേധിക്കുകയും, മാത്രമല്ല 80 വർഷക്കാലം ഇഷ്തിയാഖ് ഷാ ജുമാ നിസ്കാരമോ അല്ലെങ്കിൽ 5 വക്ത് നിസ്കാരം ജമാഅത്തിൽ നിസ്കരിച്ചിട്ടില്ല. എത്രമാത്രം ഒരു പ്രാവശ്യം നമസ്കരിച്ചിട്ടില്ല. എന്നാൽ ചില സമയത്ത് മഗ്രിബിന്റെ സമയത്തും സുബീന്റെ സമയത്തും മാത്രം ഒതുകൊടുക്കും. എന്നിട്ട് ഖൽവത്തിൽ ഏകാന്തമായി ഒരു റൂമിൽ പോയി താമസിക്കും. അയാൾ നിസ്കരിക്കുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ചോദ്യകർത്താവ് ചോദിക്കുകയാണ്. അതേ സ്ഥാനത്ത് ളുഹറും അസറും അയാൾ നമ്മളെ മുമ്പിൽ തന്നെ ഉണ്ടാകും, മുരീദന്മാരെ കൂടെ തന്നെ ഉണ്ടാകും. ദിക്റിന്റെ മജ്ലിസൊക്കെ ഉണ്ടാകും. ഖഫിയായ ദിക്റും ആണും പെണ്ണെല്ലാം കൂടിക്കലർന്ന് വലിയവരും ചെറിയവരുമായ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ടിട്ടുള്ള ആ ദിക്റിന്റെ മജ്ലിസിൽ ഇദ്ദേഹം അവിടെ തന്നെ ഉണ്ടാകും. അദ്ദേഹം ളുഹുർ അസർ നിസ്കരിക്കുന്നത് നമ്മൾ ആരും കാണുകയില്ല. മഗ്രിബിനും സുബഹിക്കും അയാൾ റൂമിലേക്ക് പോയി നിസ്കരിക്കുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ഇങ്ങനത്തെ ഒരു ഷെയ്ഖിനെ സംബന്ധിച്ച് എന്താ നിങ്ങൾ പറയുന്നത്? മാത്രമല്ല ഇദ്ദേഹം തന്റെ മുരീദന്മാരെ ശരീരത്തിലെ രോമങ്ങളെല്ലാം വടിക്കാൻ പറഞ്ഞ് എത്രമാത്രം പുരികവും ഓമവും എല്ലാം കളഞ്ഞുകൊണ്ട് കുളിച്ചതിന്റെ ശേഷം കഫൻ പൊടി ധരിപ്പിച്ചുകൊണ്ട് ആദ്യത്തെ പേര് മാറ്റി വേറൊരു പേര് വെക്കും. ആഷിഖ് അലി, മുഹബത്ത് ഷാ, ഇങ്ങനെയുള്ള പേരുകൾ വെക്കുന്നു. അങ്ങനെ ഈ വിധത്തിൽ ഒരു മുരീദായി കഴിഞ്ഞാൽ
അദ്ദേഹത്തിലേക്ക് കള്ളുകുടിക്കൽ ജായിസാണ്, വ്യഭിചാരം ജായിസാണ്, നിസ്കാരം നോമ്പൊക്കെ ഒഴിവാക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് മഅ്മൂറാത്ത് ആയവർക്ക് എല്ലാം ഒഴിവാക്കാമെന്നും മൻഹിയാത്തൊക്കെ പ്രവർത്തിക്കാമെന്നും, എന്നിട്ട് അതിന് തെളിവ് മൂത്തു ഖബല അൻ തമൂത്തു, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മരിക്കുക. എന്നിട്ട് മുഹറം മാസത്തിൽ പ്രത്യേകിച്ചും യാ ഹുസൈൻ യാ ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് പല കളികളും അവർ കളിക്കാറുണ്ട്, തീകൾ കത്തിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. മുഹറം 10 ആകുമ്പോൾ ഒരു പെട്ടി, അതിൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഫോട്ടോ ഉള്ള, ആ രൂപമുള്ള, അങ്ങനെയുള്ള ഒരുപാട് മോശപ്പെട്ട സംഭവങ്ങളൊക്കെ കോലപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമുണ്ട്. ഇങ്ങനെയുള്ള ഷെയ്ഖിനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഈ ത്വരീഖത്ത്, ഈ ഷെയ്ഖ് അത് ഇഷ്തിയാഖ് ഷാ ഉണ്ടാക്കിയതല്ല. അതിന്റെ മുമ്പ് ആഫ്താബ് ഷായും അതിന്റെ മുമ്പ് ഷെയ്ഖ് മുഹമ്മദ് ഷാ, ഇയാളാണ് കൊണ്ടോട്ടി നാട്ടിലേക്ക് എത്തിയതെന്നും ഇയാൾക്ക് ഖബറിന്റെ മേൽ വലിയ ഒരു ഖുബ്ബുണ്ട് എന്നും ആളുകളൊക്കെ സിയാർത്ത് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അവിടെ പോയി സുജൂദ് ചെയ്യുന്ന പതിവുകളും എല്ലാം ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഷെയ്ഖിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഈ ഷെയ്ഖ് സുന്നത്തമായത്തിൽപ്പെട്ട ആളാണോ അല്ല മുബത്തദി ആണോ? അങ്ങനെ ഈ ത്വരീഖത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? അത് ഈ സുജൂദിനെ സംബന്ധിച്ച് ചെയ്യുന്നത് അത് എന്താണ്? അതിന്റെ അടിസ്ഥാനം എന്ത്? അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളിൽ പെട്ടാണോ അല്ല യഹൂദി നസ്രാനികളിൽ നിന്ന് ഈ സുജൂദ് തുടക്കം കുറിച്ചത് എവിടെ നിന്നാണ്? ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ. അല്ല റവാഫിദ് ആണോ ഇയാള്? അതുപോലെ ഹദീസിനെ സംബന്ധിച്ച് മല്ലാലുഹു ഷൈഖുൻ ഫശൈഖുഹു ശൈത്വാൻ അശൈഖു ഫീ ഖൗമിഹി കന്നബി ഫീ ഉമ്മത്തിഹി എന്ന് തുടങ്ങിയ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്ന ചോദ്യം മലബാറിൽ നിന്നും മറ്റും ഈജിപ്തിലേക്കും മദീനയിലേക്കും ചോദിക്കപ്പെട്ടു. ആ സമയത്ത് ഈജിപ്തിൽ നിന്ന് വന്ന വലിയ ഒരു മറുപടി, ചോദ്യത്തിന്റെ മറുപടി, ഇതൊക്കെ ഇൽഹാദിയത്തും കുഫ്രിയത്തും ഷൈത്വാനിയത്താണെന്നും, അതുപോലെ ഒരുപാട് ഇത് ഖുർആൻ കൊണ്ടും ഹദീസ് മുത്തവാത്തിർ കൊണ്ടും ഇജ്മാ ഖത്ഈ കൊണ്ടും സ്ഥിരപ്പെട്ട സംഗതികളൊക്കെ നിഷേധിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകുന്ന വാദങ്ങളാണ് ഇതെല്ലാമെന്നും, ഇത് ഫർളൈനായ കാര്യം ഓരോ മുസ്ലിമിനും അറിയുന്ന ഒരു വിഷയമാണ്, ഇത് ഒഴിവാക്കുന്നതിന് ഒരു ഉദുറും, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഈജിപ്തിലെ പണ്ഡിതന്മാരെല്ലാം ഫത്വ കൊടുത്തു. ഈജിപ്തിലെ പണ്ഡിതൻ ഫത്വ കൊടുത്തവരിൽ പ്രധാനപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട, അതായത് ഈ ഫത്താവയുടെ രണ്ടാം പേജ് മുതൽ ഏകദേശം വരുന്ന 9ഓളം പേജുകൾ വരെ ഈ മഹാനവറുകളുടെ ഒരു ഈജിപ്തിലെ പണ്ഡിതൻ, അതായത് മുഹമ്മദ് റാഫി അൽ ഹനഫി അൽ അസ്ഹർ മുദരിസുൽ അസ്ഹർ മഹാനവറുകൾ ഇതിന് ഫത്വ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട മദീനയിലെ ഒരുപാട് പണ്ഡിതന്മാരും ഇതിന്റെ എതിരെ ഫത്വ കൊടുത്തിട്ടുണ്ട്. ഈ മഹത്തായ മജ്മുഅത്ത് ഫത്താവുൽ ഉലമായിൽ അയലാം എന്ന് പറഞ്ഞത് കുണ്ടോട്ടിക്കരുടെ ഷിറാറിന്റെ ഈ കള്ളത്തൊരീക്കത്തുകാർക്ക് റദ്ദ് ചെയ്തുകൊണ്ട് എഴുതിയ മഹത്തായ ഗ്രന്ഥം. ഒന്നാമത്തെ ഇസ്തിഫ്ത തന്നെ ചോദ്യമുള്ളത് 2-ാം പേജിലും 3-ാം പേജിലും. ആ മിസ്റിലെ ഫത്വ ഒന്നാമത്തത് ആലിമു മിസ്റിന്റെ വലിയ പണ്ഡിതനായ ഷെയ്ഖ് മുഹമ്മദ് റാഫി അൽ ഹനഫി മുദർരിസുൽ അസ്ഹർ. അതുപോലെ 3-ാം പേജ് മുതൽ 9-ാമത്തെ പേജ് വരെ ഈ ഫത്വ കാണാം. അതോടുകൂടെ മദീന മുനവ്വറയുടെ ഫത്വ ഇസ്തിഫ്ത ചോദ്യം 9-ാം പേജിലും 10-ാം പേജിലും ചോദ്യം ചോദിക്കപ്പെട്ടു. മദീനയുടെ ഉലമാ അതിന് ശക്തമായി മറുപടി എഴുതുകയും മുഫ്തി മദീനത്തുൽ മുനവ്വറ അല്ലാമ സയ്യിദ് മുഹമ്മദ് അബു സഊദ് തങ്ങൾ 10-ാം പേജിലും 11-ാമത്തെ പേജിലും മഹാനവറുകളുടെ ഫത്വ കാണാം. 3-ാമത്തെ ഫത്വ 11, 12, 13 3 പേജുകളിൽ ഷെയ്ഖുൽ ഉലമായി വൽ മുദർരിസീൻ യൂസുഫുൽ ഖസി സുമ്മൽ മദനി മദീന മസ്ജിദ് നബവിയുടെ വലിയൊരു മഹാനവറുകളുടെ ഫത്വയും കാണാം. അതിന് തസ്ദീഖ് മുഹമ്മദുൽ മദനി മസ്ജിദ് നബവിയുടെ മുദരിസായ മഹാനവറുകൾ 14 മുതൽ 16-ാമത്തെ പേജ് വരെ ഫത്വ കാണാം. അതുപോലെ സയ്യിദ് മുഹമ്മദ് ബിൻ അഹമ്മദുൽ മുറാബിത്ത് തങ്ങൾ, മുഹമ്മദ് അലി അഫന്ദി അബു സഅദാത്ത് തുടങ്ങിയ, അതുപോലെ 17-ാമത്തെ പേജിൽ അലി അഫന്ദി മസ്ജിദ് നബവി, അതുപോലെ 18-ാമത്തെ പേജിൽ ഹാഫിദ് മുഹമ്മദ് ഉമർ, 18-ാം പേജ് മുഹമ്മദ് സാഹിദ് അഫന്ദി എന്നിവിടെ തസ്ദീഖും ഫത്വയൊക്കെ കാണാം. 18 മുതൽ 20 വരെ മുഹമ്മദ് അമീൻ മസ്ജിദ് നബവിയുടെ വലിയ പണ്ഡിതനായ മഹാനവറുകളുടെ ഫത്വ കാണാം. 21 മുതൽ 22 വരെ സയ്യിദ് ഹസൻ കമാഖിൽ മദനി, 23-ൽ അലി അഫന്ദിൽ ഹനഫി, അതുപോലെ 23-ൽ അസ്സയ്യിദ് ഇബ്രാഹിം ഖിയാറു ഷാഫി മസ്ജിദ് നബവിയുടെ മുദരിസായ ഷാഫി പണ്ഡിതനായ ഈ പണ്ഡിതനും, അതുപോലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഗർബു ഷാഫി 23 മുതൽ 24 വരെ, അങ്ങനെ 24 മുതൽ 25 വരെ അഷെയ്ഖ് ഖിളർ എന്ന് പറയുന്ന മഹാനവറുകളുടെ ഫത്വയും കാണാം. അങ്ങനെ 25 മുതൽ 27 വരെ
ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളോട് ഇസ്തിഫ്താഹ് ചോദ്യം കാണാം. മഹാനവറുകളുടെ മറുപടി 27 മുതൽ 29 പേജ് വരെ ഈ ഫത്വയിൽ അതിന്റെ മറുപടിയും കാണാം. ആ എല്ലാ ഫത്വകളും 29-30 പേജുകളിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മർക്കസു അക്കാബിരി അഹ്ലി സുന്ന ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയൽ അതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഏതായാലും ഈ ഫതാവയിൽ ഉള്ളത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യം മിസ്രിലെ പണ്ഡിതന്മാരോടും അതുപോലെ മദീനയുടെ പണ്ഡിതന്മാരോടെല്ലാം ചോദിച്ചപ്പോൾ ഇതിന് വിശദമായി മറുപടി പറയുകയാണ്. അതിന് സംക്ഷിപ്തമായി പറയുകയാണെങ്കിൽ ബഖിയത്തുൽ മുസ്തർശിദീനിലൊക്കെ പറഞ്ഞതുപോലെ അൽ അമലു ബി യാ ഹുസൈൻ ഫി ജിഹത്തിൽ ഹിന്ദി വ ജാവ അൽ മഫ്ഊൽ യൗം ആശുറ വ ഖബ്ലഹു വ ബഅദഹു ബിദ്അത്തുൻ ഖബീഹത്തുൻ ശദീദത്തു തഹരീം ഫായിലുഹാ ഫുസാഖ. മുഹറം മാസങ്ങളിലെല്ലാം നടത്തപ്പെടുന്ന യാ ഹുസൈൻ പറഞ്ഞ് പല നീച പ്രവർത്തനങ്ങൾ ബിദ്അത്ത് ഷിയാക്കളുടെയും അതുപോലെ റാഫിദത്തിന്റെ ഒക്കെ സാദൃശ്യപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഹറാമാണ്, അത് തമ്മാടിത്തരമാണ് എന്നൊക്കെ വിശദമായി മുഫ്തി ദിയാരിൽ ഹദ്റമിയ അബ്ദുറഹ്മാൻ ബഅലവി റഹ്മത്തുള്ളാഹി ബിഗ്ഹിയത്തുൽ മുസ്തർശിദിനെ പറഞ്ഞത് കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അസ്സവാഇഖുൽ മുഹ്രിഖൈലും അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി അആലിൽ ഇഫാദ ഫി തഅസിയത്തിൽ ഹിന്ദി വ ബയാനി ഷഹാദ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിലൊക്കെ പറഞ്ഞത് കാണാം. പല ഷിയാക്കളും അല്ലെങ്കിൽ ഷിയാക്കളോട് സാദൃശ്യമുള്ള വിവരക്കേടുള്ള ചില ആളുകളും മലബാറിന്റെ പുറത്ത് പല സ്ഥലത്തും നടത്തുമ്പോൾ ഇത് മലബാറിലേക്കും കൊണ്ടുവന്ന ഈ കൊണ്ടോട്ടി ഖുബ്ബ ഫഖീർ ഷെയ്ഖും അനുയായികളുമാണ് അതിനെ ശക്തമായി അന്ന് തന്നെ അഷെയ്ഖ് ജിഫ്രിൽ കാലിക്കോത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലെ ഖുതുബുസ്സമാൻ മൗലദ്ദവീല മമ്പുറം തങ്ങൾ അഷെയ്ഖ് വെല്ലങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി പോലോത്ത മഹാരഥന്മാർ അതിനെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുകയും അത് പാടെ ഇല്ലാതെയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടെ പിൽക്കാലത്ത് മമ്പുറം തങ്ങൾ അടക്കം വെച്ചതായ ഈ അടക്കം വെക്കുകയും അതുപോലെ അങ്ങനെ ഇതിന്റെ ഖുറാഫാത്തും എല്ലാം എടുക്കപ്പെട്ടു. അവസാനം അതിനെ പിന്നെയും പ്രചരിപ്പിക്കാൻ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹിയുടെ ഈ ഫതാവയും അതുപോലെ ഇമാം ജമ്മു ചെയ്ത ഫതാവയും അതുപോലെ ഇമാം ഷാലിയാത്തു റഹിമത്തുള്ളാഹിയുടെ മുരീദായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പോലത്തെ മഹാന്മാർ അത് ശക്തമായി എതിർത്ത് പ്രസംഗിക്കുകയും അങ്ങനെയാണ് ഇതിന്റെ യഥാർത്ഥം പലർക്കും മനസ്സിലായിട്ടുള്ളത്. ഏതായാലും ഈ കള്ളത്തൊരീക്കത്തുകാരായ ഷിയായിസത്തിനെ പ്രചരിപ്പിക്കാൻ വന്ന മമ്മീഷ അതുപോലെ കൊണ്ടോട്ടി മറ്റു ഫഖീറന്മാർ നമ്മൾ യഥാർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ബാജൂരി റഹ്മത്തുള്ളാഹിയുടെ ഫതാവയും ഈ ഫതാവിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒരുപാട് ഖസ്സലാനി ഇമാം റഹ്മത്തുള്ളാഹി മവാഹിബുൽ ലദ്ദുനിൽ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാവ് കൊണ്ടും ബിദ്അത്ത് വെടിയാൽ മാത്രമേ എല്ലാ നൂറുൽ ഈമാൻ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നും അങ്ങനെ ഒരുപാട് ഇമാം ജലാലുദ്ദീൻ സുയൂത്ത് റഹ്മത്തുള്ളാഹി അവിടുത്തെ തഈദുൽ ഹഖീഖത്തിൽ അലിയയിൽ പറഞ്ഞ ഒരുപാട് മഹാന്മാർ ഉദ്ധരിച്ച ഒരുപാട് വിഷയങ്ങളും ഈ ഫതാവയിൽ മഹാനായ മദീനയുടെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഫതാവയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഹക്കായി മനസ്സിലാക്കി ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി ഈ കള്ളത്തൊരീക്കത്തുകാരെ തൊട്ടൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ അല്ലാഹു അല്ലാത്തവർക്കുള്ള സുജൂദ് മുമ്പ് ശരീഅത്തിൽ തഅദീമിന്റെ സുജൂദ് ചെയ്തിരുന്നു, ഇബാദത്തിന്റെ സുജൂദ് ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. അതേ സ്ഥാനത്ത് തഅദീമിന്റെ സുജൂദാണോ അല്ല അതിന്റെ രൂപമാണോ കുനിയൽ മാത്രമാണോ അങ്ങനെ പല ചർച്ചകളും പണ്ഡിതന്മാർ പറഞ്ഞെങ്കിലും തഅദീമിന്റെ സുജൂദ് മുൻ ശരീഅത്തിൽ ജായിസായിരുന്നു, ഈ ശരീഅത്തിൽ അതും ഹറാമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ മഖ്ലൂഖിനിക്ക് സുജൂദ് ചെയ്യൽ ജായിസാകണമെങ്കിൽ ഞാൻ ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. ആ ഹദീസുകളും അങ്ങനെ ഒരുപാട് ആയാത്ത് അഹാദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ എഴുതിയ അസ്സുബദത്തു സക്കിയ ലി തഹരീമി സുജൂദി തഹിയ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഈ കൊണ്ടോട്ടി ഷുയൂഖ് സുജൂദിനെ പ്രേരിപ്പിച്ചവരാണ്. അതുപോലെ ഡൽഹിയിലെ മുർഷിദ് കു താസീം എന്ന് ഖാജ ഹസൻ നിസാമി പോലത്തെ ആളുകൾ സുജൂദിനെ പ്രേരിപ്പിക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മുഴുവനും അതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഖുറാഫാത്തും ബിദ്അത്തും അടങ്ങിയ ഒരു ത്വരീഖത്താണ് കൊണ്ടോട്ടി ത്വരീഖത്തെന്ന് ഇതിൽ നമ്മൾ മനസ്സിലാക്കണം. ആ പിയച്ച ഷെയ്ഖിന്റെ സിയാറത്ത് ഒരിക്കലും ചെയ്യുകയോ അതിന്റെ ഉറൂസിനെ നമ്മൾ സമ്മതിക്കുകയോ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെയുള്ള ഖുറാഫാത്തിനെ തൊട്ട് എപ്പോഴും അള്ളാഹുവിനോട് കാവൽ തേടേണ്ടതുണ്ട്. അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അതുപോലെ ഹക്കിന്റെ അഹ്ലുകാരായ സർവ്വ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് അഷെയ്ഖുൽ ജിഫ്രിൽ കാലിക്കോത്തി റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് മമ്പുറം തങ്ങൾ വെല്ലങ്കോട് ഉമർ ഖാദി പോലത്തെ ഹക്കിന്റെ അഹ്ലുകാരായ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഇത്തരത്തിലുള്ള കള്ളത്തൊരീക്കത്തുകാരുടെ ഷർറുകൾ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി ജമ്മു ചെയ്ത ഈ ഫതാവയെ അടിസ്ഥാനമാക്കി
അവിടെ ഉറൂസുകളൊക്കെ നടന്നതിന്റെ ശേഷമുള്ള അതിന്റെ ശേഷം അവിടെ നേർച്ചയ്ക്ക് നടന്നതിന്റെ ശേഷം നമ്മൾ പലരും ഈ ഫതാവടിസ്ഥാനത്തിൽ കൊണ്ടോട്ടിയടുത്ത് എത്തിയപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു, ഈ ഷെയ്ഖിന്റെ ഷർറുകളെ തൊട്ട് ലോക മുസ്ലിമീങ്ങൾ അല്ലാഹു തആല ജിഫ്രി കാലിക്കോത്ത് റഹ്മത്തുള്ളാഹിയുടെയും ഹക്കിന്റെ ഹലികാര് ബർക്കത്ത് കൊണ്ട് അല്ലാഹു ലോക മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഷർറുകളെ തൊട്ട് ഷെയ്ഖിന്റെ ഷർറുകളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.